ഇന്ന് നമുക്കൊരു കൺസിസ്റ്റൻസി ചെക്ക് ബോർഡ് ചെയ്യാം കേട്ടോ. ഈ കൺസിസ്റ്റൻസി ചെക്ക് ബോർഡ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ പേരിട്ടതാണ്. ഇതിന് സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റഡീസ് ആവാം, എക്സസൈസ് ആവാം, അല്ലെങ്കിൽ സ്കിൻ കെയർ ആവാം. ഏതെങ്കിലും ഒരു സംഭവം പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അതിൽ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഈ ഒരു കൺസിസ്റ്റൻസി ചെക്ക് ബോർഡ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു കറക്റ്റ് ഡേറ്റ് ഫിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് കലണ്ടർ നോക്കി കലണ്ടർ അതുപോലെ കോപ്പി എടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ കലണ്ടറിലെ ഡേറ്റ് വരുന്ന പോർഷൻസ് ഇച്ചിരി വലിയൊരു കോളത്തിലോട്ട് ആക്കിയെടുക്കുക. കാരണം ഇപ്പോൾ സ്റ്റഡീസൊക്കെ ആണെങ്കിൽ റിവിഷൻ, ടെസ്റ്റ്, ഈ ഡേറ്റ്സ് ഒക്കെ നമുക്ക് അതിൻ്റെ ഡേറ്റിൻ്റെ താഴെ റിവിഷനും ടെസ്റ്റും എന്നൊക്കെ എഴുതാനുള്ള സ്ഥലം വേണം. പിന്നെ അത് പോയിട്ട് ഇത് നമ്മൾ എല്ലാ ദിവസവും സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഈ കോളത്തിൽ ഓരോ ടിക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏതാണോ നമ്മുടെ തീം, ഇപ്പോൾ എക്സസൈസ് ആണോ സ്കിൻ കെയർ ആണോ, ഏത് തീമിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു തീമിൽ ആ ഒരു പേജ് എത്രത്തോളം കളർഫുള്ളാക്കാൻ പറ്റുമോ അത്രത്തോളം കളർഫുള്ളാക്കി ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ കാണുന്നിടത്ത് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇത് ഫില്ലായി വരുന്തോറും നമുക്കതൊരു മോട്ടിവേഷനാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നമുക്കത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടി വരും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.